ഓം ശ്രീ ഗണപതയേ നമഃ. ശ്രീ സായിബാബയുടെ അനുഗ്രഹത്താൽ നമ്മൾ അധ്യായം 3 ആരംഭിക്കാൻ പോവുകയാണ്. ശ്രീ സായിബാബയുടെ അനുവാദവും വാഗ്ദാനവും. മുൻ അധ്യായത്തിൽ വിവരിച്ചതുപോലെ ശ്രീ സായി സച്ചരിതയുടെ രചനയ്ക്ക് ശ്രീ സായിബാബ പരിപൂർണമായ സമ്മതം നൽകിക്കൊണ്ട് പറഞ്ഞു, സച്ചരിതം എഴുതുന്നതിന് ഞാൻ നിനക്ക് പരിപൂർണ സമ്മതം നൽകുന്നു. നീ നിന്റെ കർമ്മം ചെയ്യുക, ഒട്ടും ഭയപ്പെടേണ്ട. നീ മനസ്സ് ദൃഢമാക്കി എൻ്റെ വാക്കുകളിൽ വിശ്വസിക്കുക. എൻ്റെ ലീലകൾ എഴുതിയാൽ അജ്ഞത ഇല്ലാതാകും. അവ ശ്രദ്ധയോടെയും ഭക്തിയോടെയും ശ്രവിച്ചാൽ ഇഹലോക ജീവിതബോധം കുറയുകയും സ്നേഹത്തിൻ്റെയും ഭക്തിയുടെയും അലയൊലികൾ വർദ്ധിക്കുകയും ചെയ്യും. എൻ്റെ ലീലകളിലേക്ക് ആഴ്ന്നിറങ്ങുന്നവർക്ക് അറിവിൻ്റെ അമൂല്യ രത്നങ്ങൾ കണ്ടെത്താനുമാകും. ഇത് കേട്ടപ്പോൾ ഗ്രന്ഥകാരൻ വളരെ സന്തോഷിക്കുകയും ഭയരഹിതനും ആത്മവിശ്വാസമുള്ളവനായി തീരുകയും തൻ്റെ ഉദ്യമം വിജയകരമാകുമെന്ന് ഉറച്ചു വിശ്വസിക്കുകയും ചെയ്തു. തുടർന്ന് ശ്യാമയുടെ നേരെ തിരിഞ്ഞ് ശ്രീ സായിബാബ പറഞ്ഞു, യാതൊരുവൻ സ്നേഹത്തോടെ എൻ്റെ നാമം സ്മരിക്കുന്നുവെങ്കിൽ ഞാൻ അവൻ്റെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റുകയും അവൻ്റെ ഭക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യും. അവൻ എൻ്റെ ജീവിതത്തെയും പ്രവൃത്തികളെയും കുറിച്ച് ആത്മാർത്ഥമായി പാടുകയാണെങ്കിൽ അവന് ഞാൻ കവചമാവും. ഹൃദയവും ആത്മാവും എന്നോട് ചേർന്നിരിക്കുന്ന ഭക്തർക്ക് ഈ കഥകൾ കേൾക്കുമ്പോൾ സ്വാഭാവികമായും ആനന്ദം തോന്നും. ആരെങ്കിലും എൻ്റെ ലീലകൾ പാടിയാൽ ഞാൻ അവൻ അനന്തമായ സന്തോഷവും ശാശ്വത സംതൃപ്തിയും നൽകും എന്നുറച്ചു വിശ്വസിക്കുക. എന്നിൽ പൂർണ്ണമായി കീഴടങ്ങുകയും എന്നെ വിശ്വസ്തയോടെ ആരാധിക്കുകയും എന്നെ സ്മരിക്കുകയും നിരന്തരം ധ്യാനിക്കുകയും ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും ഞാൻ മുക്തി നൽകുന്നതാണ്. എന്നെ ആരാധിക്കുന്നവർ, എൻ്റെ കഥകളെക്കുറിച്ചും എൻ്റെ ജീവിതത്തെക്കുറിച്ചും സദാ ചിന്തിക്കുന്നവർ, എപ്പോഴും എന്നെ സ്മരിക്കുന്നവർ, അവരെ ലൗകിക വിഷയങ്ങളും വികാരങ്ങളും ബാധിക്കുകയില്ല. ഞാൻ എൻ്റെ ഭക്തരെ മരണഭയത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതാണ്. എൻ്റെ കഥകൾ കേട്ടാൽ എല്ലാ രോഗങ്ങളിൽ നിന്നും മോചനവും ഉണ്ടാകും. ആയതുകൊണ്ട് എൻ്റെ കഥകൾ ആദരവോടെ കേൾക്കുക, അവയെക്കുറിച്ച് ചിന്തിക്കുക, ധ്യാനിക്കുക, അവയെ ഉൾക്കൊള്ളുക. ഇതാണ് സന്തോഷത്തിൻ്റെയും സംതൃപ്തിയുടെയും വഴി. എൻ്റെ ഭക്തരുടെ അഹംഭാവവും അഹങ്കാരവും അപ്രത്യക്ഷമാകും. ശ്രോതാക്കളുടെ മനസ്സ് ശാന്തമാകും. നിങ്ങൾക്ക് പൂർണ്ണ ഹൃദയവും പൂർണ്ണ വിശ്വാസവും ഉണ്ടെങ്കിൽ നിങ്ങൾ പരമബോധത്തിൽ ഒരുവനായിത്തീരും. ശ്രീ സായി എന്ന നാമം ലളിതമായി സ്മരിക്കുന്നത് തന്നെ വാക്കാലോ കേൾവിയാലോ ഉണ്ടായ പാപങ്ങളെ ഇല്ലാതാക്കും. ഭക്തർക്കുള്ള ചുമതലകൾ. ഭഗവാൻ വിവിധ ഭക്തർക്ക് വിവിധങ്ങളായ ചുമതലകൾ ഏൽപ്പിക്കുന്നു. ചിലർക്ക് ക്ഷേത്രങ്ങൾ പണിയുന്നതിനും മറ്റു ചിലർക്ക് നദീതീരത്ത് പടിക്കെട്ടുകൾ പണിയാനുമുള്ള ജോലികൾ നൽകുന്നു. ചിലരെ ഭഗവത് കീർത്തനങ്ങൾ പാടാൻ തിരഞ്ഞെടുക്കുന്നു. ഇനി ചിലരെ തീർത്ഥാടനം ചെയ്യുവാൻ നിയോഗിക്കുന്നു. സച്ചരിതം എഴുതുക എന്നുള്ളതായിരുന്നു എൻ്റെ നിയോഗം. എല്ലാത്തിലും കൈവച്ച് എന്നാൽ ഒന്നിലും വിദഗ്ധനല്ലാത്ത ഞാൻ ഈ ഉദ്യമത്തിന് പൂർണ്ണമായും യോഗ്യനല്ല എന്നിരിക്കെ ഇത്രയും ഉത്തരവാദിത്തമുള്ളൊരു ജോലി എനിക്ക് എന്തിനു നൽകി എന്ന് ഞാൻ ചിന്തിച്ചു. ശ്രീ സായിബാബയുടെ ജീവിതം യഥാർത്ഥത്തിൽ ആർക്കാണ് വിവരിക്കാൻ കഴിയുക? ശ്രീ സായിബാബയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഈ വെല്ലുവിളി നിറഞ്ഞ ജോലി പൂർത്തിയാക്കാൻ സാധിച്ചത്. എഴുതാനായി ഞാൻ പേന എടുക്കുമ്പോൾ തന്നെ ശ്രീ സായിബാബ എൻ്റെ അഹംഭാവം എടുത്തുമാറ്റുകയും ഈ കഥകൾ അദ്ദേഹം സ്വയം എഴുതുകയുമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ കഥകൾ വിവരിച്ചതിനുള്ള അംഗീകാരം എനിക്കുള്ളതല്ല, പകരം അദ്ദേഹത്തിനുള്ളതാണ്. ജന്മം കൊണ്ട് ബ്രാഹ്മണനാണെങ്കിലും ശ്രുതി സ്മൃതി എന്നീ ആത്മീയ ദർശനത്തിൻ്റെ 2 കണ്ണുകളുടെ അഭാവം എന്നിലുണ്ടായിരുന്നതിനാൽ സച്ചരിതം എഴുതാൻ എനിക്ക് പൂർണ്ണമായും കഴിവില്ലായിരുന്നു. എന്നിരുന്നാലും ഭഗവത് കൃപ ഒന്നുകൊണ്ട് മാത്രം ഊമ സംസാരിക്കുകയും മുടന്തൻ മല കയറുകയും ചെയ്യുന്നു. ദൈവഹിതം എങ്ങനെ നിറവേറ്റണമെന്ന് ഭഗവാന് മാത്രമേ അറിയൂ. പുല്ലാങ്കുഴലിനും ഹാർമോണിയത്തിനും സ്വയം നാദം തീർക്കുവാനാകില്ല. പകരം ഒരു സംഗീതജ്ഞനാണ് അതിലൂടെ നാദവിസ്മയം തീർക്കുന്നത്. ചന്ദ്രകാന്ത രത്നത്തിൽ നിന്നും ജലമൂറി വരുന്നതും കടലിലെ തിരയിളക്കവും രത്നത്താലോ കടലിനാലോ സംഭവിക്കുന്നതല്ല, മറിച്ചവ ചന്ദ്രോദയം കൊണ്ട് സംഭവിക്കുന്നതാണ്. അതുപോലെ നാം ദൈവത്തിൻ്റെ കൈകളിലെ കേവലം ഉപകരണങ്ങളാണ്, ദൈവഹിതത്താൽ നയിക്കപ്പെടുന്നു. ദീപസ്തംഭം പോലുള്ള ബാബയുടെ കഥകൾ. നാവികരെ നയിക്കുവാനും പാറകളും അപകടങ്ങളും ഒഴിവാക്കി അവർ സുരക്ഷിതമായി യാത്ര ചെയ്യുന്നുവെന്ന് ഉറപ്പിക്കുവാനും കടലിനടുത്തുള്ള വിവിധ സ്ഥലങ്ങളിൽ വിളക്കുമാടങ്ങൾ നിർമ്മിക്കുന്നു. അതുപോലെ ശ്രീ സായിബാബയുടെ കഥകൾ ലൗകിക ജീവിതമെന്ന വിശാലമായ സമുദ്രത്തിൽ വഴികാട്ടിയായി പ്രവർത്തിക്കുന്നു. ഈ കഥകൾ അമൃതിനേക്കാൾ മാധുര്യമേറിയതും ജീവിതത്തിൻ്റെ പാത തരണം ചെയ്യുന്നതിന് സുഗമവും ലളിതവുമാക്കുന്നു. സന്യാസിമാരുടെ കഥകൾ അനുഗ്രഹീതമാണ്. കാരണം അവർ കർണങ്ങളിലൂടെ നമ്മുടെ ഹൃദയത്തിൽ പ്രവേശിക്കുമ്പോൾ അഹങ്കാരവും ദേഹബോധവും ദൈത്യബോധവും അപ്രത്യക്ഷമാകുന്നു. ഈ കഥകൾ ഹൃദയത്തിൽ സൂക്ഷിക്കുമ്പോൾ സംശയങ്ങളില്ലാതാവുന്നു, അഹങ്കാരം നശിക്കുന്നു,
ജ്ഞാനം സമൃദ്ധമായി വിരാജിക്കുന്നു. ബാബയുടെ കീർത്തിയുടെ വിവരണങ്ങൾ എത്രയും സ്നേഹത്തോടെ കേൾക്കുന്നത് ഒരു ഭക്തനെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. അതിനാൽ മോക്ഷം നേടാനുള്ള ഏറ്റവും ലളിതമായ സാധന തന്നെയാണിത്. കൃതയുഗത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്ന സാധന സമധാമങ്ങൾ, അതായത് മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ശാന്തതയായിരുന്നു. എന്നാൽ ത്രേതായുഗത്തിൽ അത് ത്യാഗമായിരുന്നു. ദ്വാപരയുഗത്തിൽ അത് ആരാധനയായിരുന്നു. എന്നാൽ ഇപ്പോഴുള്ള കലിയുഗത്തിൽ ഭഗവത് മഹാത്മ്യ പാരായണം ഏറ്റവും ഫലപ്രദമെന്ന് വിധിച്ചിരിക്കുന്നു. ഈ സാധന ചതുർവർണ്ണത്തിലുള്ള ഏവർക്കും പ്രാപ്യവുമാണ്. യോഗ, യജ്ഞം, ധ്യാനം, ധാരണ തുടങ്ങിയ സാധനകൾ പരിശീലിക്കുന്നത് ബുദ്ധിമുട്ടേറിയതാണ്. എന്നാൽ ശ്രീ സായിബാബയുടെ മഹാത്മ്യം പാടുന്നതും കേൾക്കുന്നതും ലളിതമാണ്. നമ്മുടെ ശ്രദ്ധ അവയിലേക്ക് തിരിക്കുക എന്നത് മാത്രമേ ഇതിനു വേണ്ടൂ. ഈ കഥകൾ ശ്രവിക്കുന്നതും പാരായണം ചെയ്യുന്നതും മൂലം നമ്മളെ ക്രമേണ ലൗകിക ആകർഷണങ്ങളിൽ നിന്ന് അകറ്റുകയും ഇന്ദ്രിയങ്ങളോടും അവയിലുള്ള വസ്തുക്കളോടുമുള്ള നമ്മുടെ ആസക്തി ഇല്ലാതാക്കുകയും ഒടുവിൽ ആത്മസാക്ഷാത്കാരത്തിലേക്ക് നയിക്കുകയും ചെയ്യും. ഈ ലക്ഷ്യം മനസ്സിൽ വച്ചുകൊണ്ട് ശ്രീ സായിബാബ തൻ്റെ കഥകളായ സച്ചരിതാമൃതം എഴുതാൻ എന്നെ പ്രചോദിപ്പിക്കുകയും അതിനായി എന്നെ സഹായിക്കുകയും ചെയ്തു. ഭക്തർക്ക് ഇപ്പോൾ ഈ കഥയിൽ എളുപ്പത്തിൽ വായിക്കുവാനും കേൾക്കുവാനും സാധിക്കുകയും അപ്രകാരം അവർക്ക് ശ്രീ സായിബാബയുടെ രൂപത്തെ ധ്യാനിക്കാനും അവരുടെ ഗുരുവിനോടും ഈശ്വരനോടും ശ്രീ സായിബാബയോടുള്ള ഭക്തി വളർത്തിയെടുക്കുവാനും ക്രമേണ വിരക്തി ഉണ്ടാകുകയും ആത്യന്തികമായി ആത്മസാക്ഷാത്കാരം കൈവരിക്കാൻ സാധിക്കുകയും ചെയ്യും. സച്ചരിതാമൃതം എന്ന ഈ കൃതിയുടെ സൃഷ്ടിയിലും രചനയിലും എന്നെ കേവലം ഒരു ഉപകരണമായി ഉപയോഗിച്ചുകൊണ്ട് എല്ലാം പൂർത്തിയാക്കിയത് ശ്രീ സായിബാബയുടെ കൃപാകടാക്ഷം മാത്രമാണ്. ശ്രീ സായിബാബയുടെ മാതൃസദൃശ്യമായ സ്നേഹം. ഒരു പശു തൻ്റെ കിടാവിനെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് പ്രത്യക്ഷത്തിൽ അറിയാവുന്നതാണ്. അതിൻ്റെ അകിട് എപ്പോഴും നിറഞ്ഞിരിക്കും. പശുക്കിടാവ് പാലിനായി അകിടിനെ സമീപിക്കുമ്പോൾ പശു നിർത്താതെ പാൽ ചുരത്തുന്നു. അതുപോലെ തന്നെയാണ് മനുഷ്യരുടെ കാര്യത്തിലും. അമ്മ തൻ്റെ കുട്ടിയുടെ ആവശ്യാർത്ഥം കൃത്യസമയത്ത് മുലയൂട്ടുകയും ചെയ്യുന്നു. കുട്ടിയെ വസ്ത്രം ധരിപ്പിക്കുകയും ഒരുക്കുമ്പോഴും അത് നന്നായി ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കാൻ അമ്മ പ്രത്യേകം ശ്രദ്ധിക്കുന്നു. കുട്ടി ഇതേക്കുറിച്ച് ബോധവാനല്ലെങ്കിൽ കൂടി തൻ്റെ കുട്ടിയെ മനോഹരമായി വസ്ത്രം ധരിപ്പിക്കുമ്പോഴും ഒരുക്കുമ്പോഴും അമ്മയുടെ സന്തോഷത്തിന് അതിരുകളില്ല. അമ്മയുടെ സ്നേഹം സവിശേഷവും അസാധാരണവും നിസ്വാർത്ഥവും സമാനതകളില്ലാത്തതുമാണ്. സദ്ഗുരുക്കന്മാർക്ക് അവരുടെ ശിഷ്യന്മാരോട് ഇതേ മാതൃസമാനമായ സ്നേഹം തോന്നുന്നു. ശ്രീ സായിബാബ എന്നോട് അത്തരം സ്നേഹം പ്രകടിപ്പിച്ചു. ആയതിന് ഒരു ഉദാഹരണമിതാ. 1916 ഞാൻ സർക്കാർ ഉദ്യോഗത്തിൽ നിന്ന് വിരമിച്ചു. എനിക്ക് ലഭിക്കുന്ന പെൻഷൻ എൻ്റെ കുടുംബത്തെ മാന്യമായി പോറ്റുന്നതിന് പര്യാപ്തമായിരുന്നില്ല. ആ വർഷത്തെ ഗുരുപൂർണിമ ദിനത്തിൽ ഞാൻ മറ്റു ചില ഭക്തരോടൊപ്പം ഷിർദിയിലേക്ക് പോയി. അവിടെ വെച്ച് ശ്രീ അണ്ണാ ചിഞ്ചൻകർ എനിക്കായി ബാബയോട് പ്രാർത്ഥിച്ചു. ദയവായി അവനെ കരുണയോടെ നോക്കൂ. അയാൾക്ക് ലഭിക്കുന്ന പെൻഷൻ അപര്യാപ്തമാണ്. അവൻ്റെ കുടുംബം വളരുകയാണ്. അവന് മറ്റെന്തെങ്കിലും ചുമതലകൾ നൽകുവാനും അവൻ്റെ ആകുലതകൾ അകറ്റുവാനും അവനെ സന്തോഷവാനാക്കുവാനും കൃപയുണ്ടാകണം. ബാബ ഇതിന് പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു: അവന് മറ്റൊരു ജോലി ലഭിക്കും. എന്നാൽ ഇപ്പോൾ തന്നെ എന്നെ സേവിച്ച് തൃപ്തിപ്പെടണം. അവനുള്ള വിഭവങ്ങൾ എപ്പോഴും നിറഞ്ഞിരിക്കും, ഒരിക്കലും ശൂന്യമാകുകയില്ല. അവൻ തൻ്റെ എല്ലാ ശ്രദ്ധയും എന്നിൽ കേന്ദ്രീകരിക്കുകയും നിരീശ്വരവാദികളും മതവിശ്വാസമില്ലാത്തവരും അധർമ്മികളുമായുള്ള സഹവാസം ഒഴിവാക്കുകയും വേണം. അവൻ എല്ലാവരോടും സൗമ്യതയും വിനയവും കാണിക്കുകയും തികഞ്ഞ ആത്മാർത്ഥയോടൊപ്പം ഭക്തിയോടെയും എന്നെ ആരാധിക്കുകയും വേണം. അങ്ങനെ ചെയ്താൽ അവന് നിത്യാനന്ദം ലഭിക്കുകയും ചെയ്യുന്നതാണ്. ആരാണ് ഈ അവൻ? ആരെയാണ് ആരാധിക്കേണ്ടത് എന്നീ ചോദ്യങ്ങൾക്ക് ഈ കൃതിയുടെ പ്രാരംഭത്തിൽ ചേർത്തിരിക്കുന്ന ആമുഖത്തിലെ ആരാണ് ശ്രീ സായിബാബ എന്ന കുറിപ്പിൽ ഇതിനകം ഉത്തരം നൽകിയിട്ടുണ്ട്. റോഹിള്ളയുടെ കഥ. റോഹിള്ളയുടെ കഥയിൽ ശ്രീ സായിബാബയുടെ പരിപൂർണമായ സ്നേഹവും അദ്ദേഹം ഭക്തരെ നയിക്കുന്ന അതുല്യമായ രീതിയും ചിത്രീകരിക്കുന്നു. ഒരു കാളയെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ബലവും പൊക്കവുമുള്ള ഒരു ആജാനുബാഹുവായിരുന്നു റോഹിള്ള. ഒരിക്കൽ നീളമുള്ള അങ്കി ധരിച്ച് അദ്ദേഹം ഷിർദിയിലെത്തി. ശ്രീ സായിബാബയുടെ അഗാധമായ പ്രിയമുള്ള ഒരാളായിരുന്ന റോഹിള്ള ഷിർദിയിൽ താമസിക്കാൻ തീരുമാനിച്ചു. രാവും പകലും റോഹിള്ള വിശുദ്ധ ഖുറാനിലെ കൽമവാക്യങ്ങൾ ഉച്ചത്തിലും കഠിനമായ സ്വരത്തിലും ഉരുവിട്ടിരുന്നു. അല്ലാഹു അക്ബർ എന്ന് ഉച്ചത്തിൽ വിളിച്ചിരുന്നു. പകൽ സമയത്ത് വയലുകളിൽ അധ്വാനിച്ചിരുന്ന ഷിർദിയിലെ ജനങ്ങൾക്ക് ഇത് ബുദ്ധിമുട്ടായി.
രാത്രി വീട്ടിൽ തിരിച്ചെത്തുന്ന അവരെ വരവേറ്റിരുന്നത് അവരുടെ ഉറക്കം കെടുത്തുന്ന രീതിയിൽ റോഹില്ലയുടെ കർണകഠോരമായ കരച്ചിലായിരുന്നു. ഈ ശല്യം കുറച്ച് ദിവസത്തേക്ക് അവർ നിശബ്ദമായി സഹിച്ചുവെങ്കിലും ഒടുവിൽ റോഹില്ലയുടെ കാര്യങ്ങളിൽ ഇടപെടാനും തടയുവാനും അവർ ശ്രീ സായിബാബയെ സമീപിച്ചു. എന്നാൽ അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ബാബ അവരുടെ പരാതി ശ്രദ്ധിച്ചില്ല. പകരം അദ്ദേഹം ഗ്രാമവാസികളെ ശാസിക്കുകയും സ്വന്തം കാര്യം ശ്രദ്ധിക്കാൻ അവരെ ഉപദേശിക്കുകയും ചെയ്തു. റോഹില്ലയ്ക്ക് പ്രശ്നക്കാരിയായ ഒരു ഭാര്യ ഉണ്ടായിരുന്നു. അവൾ ഇപ്പോഴും റോഹില്ലയെയും ബാബയായ തന്നെയും ശല്യപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു. എന്നിരുന്നാലും റോഹില്ലയുടെ നിരന്തരമായ പ്രാർത്ഥന അവളെക്കൊണ്ടുള്ള ഉപദ്രവത്തെ അകറ്റി നിർത്തിയെന്നും അത് സമാധാനവും സന്തോഷവും നൽകുന്നുണ്ടെന്നും ബാബ ആ ഗ്രാമീണരോട് പറഞ്ഞു. വാസ്തവത്തിൽ റോഹില്ലയ്ക്ക് ഭാര്യ ഉണ്ടായിരുന്നില്ല. ഭാര്യ എന്നതുകൊണ്ട് ബാബ ആലങ്കാരികമായി ദുർബുദ്ധിയെ ആണ് സൂചിപ്പിച്ചത്. റോഹില്ലയുടെ പ്രാർത്ഥനകളെയും ദൈവത്തോടുള്ള ഭക്തിയെയും ബാബ ആസ്വദിക്കുകയും അവയെ എല്ലാറ്റിലും ഉപരിയായി വിലമതിക്കുകയും ചെയ്തു. ശല്യം തക്ക സമയത്ത് ശമിക്കുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ക്ഷമയോടെ ഇരിക്കാനും അസൗകര്യങ്ങൾ സഹിക്കാനും അദ്ദേഹം ഗ്രാമവാസികളോട് നിർദ്ദേശിച്ചു. ഈ ഉപകഥയിലൂടെ ക്ഷമയും പ്രാർത്ഥനയുടെയും ഭക്തിയുടെയും പ്രാധാന്യത്തെക്കുറിച്ചും ബാബ ഏവരെയും ബോധവാന്മാരാക്കുന്നു. അമൃത സമാനവും മാധുര്യമേറിയ ബാബയുടെ വാക്കുകൾ. ഒരു ദിവസം ഉച്ചയ്ക്ക് ആരതി കഴിഞ്ഞ് ഭക്തർ തങ്ങളുടെ വസതിയിലേക്ക് മടങ്ങുവാൻ നേരം ബാബ ഇപ്രകാരം അരുൾ ചെയ്തു: നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഇരിക്കുകയോ എന്തു വേണമെങ്കിലും ചെയ്യുകയോ ചെയ്യാം. എന്നാൽ ഓർക്കുക, നിങ്ങൾ ചെയ്യുന്നതെല്ലാം അന്തര്യാമിയായ ഞാൻ അറിയുന്നുണ്ട്. ഞാൻ എല്ലാവരുടെയും ഹൃദയത്തിലിരുന്ന് അവരുടെ ഉൾബുദ്ധിയെ ഭരിക്കുന്നു. ഈ പ്രപഞ്ചത്തിലെ ചഞ്ചലവും അചഞ്ചലവുമായ സർവ്വചരാചരങ്ങളെയും നിയന്ത്രിക്കുന്നത് ഞാനാണ്. സമസ്ത ചരാചരങ്ങളുടെയും മാതാവും ഉദ്ഭവവും ത്രിഗുണങ്ങളുടെ സംയോജകനും സർവേന്ദ്രിയങ്ങളുടെയും പ്രചോദകനും സൃഷ്ടിസ്ഥിതി സംഹാരകനും ഞാനാകുന്നു. എന്നിലേക്ക് ശ്രദ്ധ തിരിയുന്നവന് യാതൊരു ഹാനിയും സംഭവിക്കുകയില്ല. എന്നാൽ എന്നെ മറക്കുന്നവർക്ക് മായയുടെ പ്രഹരം ഏൽക്കുന്നതുമായിരിക്കും. എല്ലാ പ്രാണികളും ഉറുമ്പുകളും ഗോചരമായതും ചലിക്കുന്നതും ചലിക്കാത്തതുമായ ലോകം എല്ലാം എൻ്റെ ശരീരമോ രൂപമോ ആണ്. അമൂല്യവും മനോഹരവുമായ ഈ വാക്കുകൾ കേട്ട് ഇനി മുതൽ എൻ്റെ ഗുരുവിനെ അല്ലാതെ മറ്റാരെയും സേവിക്കേണ്ടതില്ല എന്ന് ഞാൻ മനസ്സിൽ തീരുമാനിച്ചു. എന്നിരുന്നാലും അണ്ണാ ചിഞ്ചനിക്കരുടെ ചോദ്യത്തിന് എനിക്കൊരു ജോലി കിട്ടും എന്ന ബാബ നൽകിയ മറുപടി എൻ്റെ മനസ്സിൽ കറങ്ങിക്കൊണ്ടിരുന്നു. അത് യഥാർത്ഥത്തിൽ സംഭവിക്കുമോ എന്ന് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. പക്ഷേ കാലം മുന്നോട്ട് പോയപ്പോൾ ബാബയുടെ വാക്കുകൾ സത്യമായി. എനിക്ക് സർക്കാർ ജോലി ലഭിച്ചു. പക്ഷേ അത് വളരെ കുറച്ച് സമയത്തേക്ക് മാത്രമായിരുന്നു. അതിനുശേഷം ഞാൻ സ്വതന്ത്രനായി. പിന്നീട് എൻ്റെ ഗുരുവായ ശ്രീ സായിബാബയുടെ സേവനത്തിനായി ഞാൻ എന്നെ പരിപൂർണമായി സമർപ്പിച്ചു. ഈ അധ്യായം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് അശ്രദ്ധ, ഉറക്കം, ചഞ്ചലമായ മനസ്സ്, ഇന്ദ്രിയാസക്തി എന്നിങ്ങനെയുള്ള വിവിധ പ്രതിബന്ധങ്ങളെ തരണം ചെയ്ത് അവരുടെ പരിപൂർണമായ ശ്രദ്ധ ശ്രീ സായിബാബയുടെ ഈ കഥകളിലേക്ക് തിരിക്കാൻ ഞാൻ വായനക്കാരോട് അഭ്യർത്ഥിക്കുന്നു. ബാബയോടുള്ള നിങ്ങളുടെ സ്നേഹം സ്വാഭാവികമായി ഒഴുകട്ടെ. ഭക്തിയുടെ രഹസ്യമറിയുക. മറ്റ് സാധനങ്ങൾ ഉപയോഗിച്ച് സ്വയം ക്ഷീണിക്കുന്നത് ഒഴിവാക്കുക. ശ്രീ സായിബാബയുടെ കഥകൾ കേൾക്കുക എന്ന ഈ ഒരു ലളിതമായ പ്രതിവിധി പാലിക്കുക. ഇത് അജ്ഞതയെ നശിപ്പിക്കുകയും മോക്ഷം പ്രദാനം ചെയ്യുകയും ചെയ്യും. ഒരു പിശുക്കൻ തൻ്റെ കുഴിച്ചിട്ട നിധിയെക്കുറിച്ച് നിരന്തരമായി ചിന്തിക്കുന്നത് പോലെ ശ്രീ സായിബാബ എല്ലാവരുടെയും ഹൃദയത്തിൽ സിംഹാസനസ്ഥനാകട്ടെ. അടുത്ത അധ്യായത്തിൽ ശ്രീ സായിബാബയുടെ ശ്രുതിയിലേക്കുള്ള ആഗമനത്തെക്കുറിച്ച് ഞാൻ വിവരിക്കുന്നതാണ്. ശ്രീ സായിനാഥനെ വണങ്ങുന്നു. മംഗളം ഭവിക്കട്ടെ.